പറയും അച്ഛന്റെ നല്ല പ്രസംഗമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്റെ പ്രസംഗം, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സ്നേഹം സൂചിപ്പിക്കലുമായിരുന്നു. ആൽഫ്രഡ് അച്ഛൻ, ഞാനാ ജോസഫ്. അച്ഛാ, എനിക്കൊരു സഹായം വേണം. എനിക്ക് എൻ്റെ വീട്ടിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ അനിയൻ 4 വർഷം ജർമ്മനിലുണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവന്നു. അവൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ട്രീസേൻ്റെയും അമ്മയുടെയും കൂടെ കൂടിയിട്ട് അവർ 3 ആളും കൂടി എൻ്റെ അപ്പനെയും എൻ്റെ മൂത്ത 2 ചേച്ചിമാരെയും എന്നെയും പറ്റിക്കുകയാണ്. അപ്പോൾ എൻ്റെ അപ്പനെ ഞങ്ങളെ ഒന്നും കാണിക്കാതെ 6 മാസത്തിലേറെയായി ഞങ്ങളെ കാണിച്ചിട്ട് സംസാരിച്ചിട്ടേ. അപ്പോൾ പുള്ളീനെ കൊണ്ട് പ്രേരിപ്പിച്ച് കള്ളം പറഞ്ഞിട്ട് പുള്ളിയുടെ സ്വത്ത്, അതായത് ഞങ്ങളുടെ തറവാട്, മാവൂരുള്ള ഞങ്ങളുടെ തറവാടും വീടും അവർ വിപ്പിച്ചു അപ്പനെ കൊണ്ടേ. അപ്പോൾ അതിൻ്റെ ഷെയർ ചോദിക്കാനൊന്നുമല്ല എൻ്റെ മൂത്ത പെങ്ങന്മാർ ചെന്നത്. പക്ഷേ ഞാനത് പറഞ്ഞിരുന്നു. എൻ്റെ മൂത്ത പെങ്ങൾ കുപ്പായക്കോടാണ്, അവൾക്ക് വലിയ ഗതിയൊന്നുമില്ല സാമ്പത്തികമായിട്ടേ. അപ്പോൾ അവളുടെ വീടും ഈ മാവൂർ തറവാടുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. കാരണം മാവൂർ കോഴിക്കോട് അടുത്തല്ലേ കിടക്കുന്നത്. അപ്പോൾ അപ്പനെയൊക്കെ വന്ന് ഇടയ്ക്ക് കാണാമല്ലോ. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അഡ്വാൻസൊക്കെ കൊടുത്ത് ഏൽപ്പിച്ചതായിരുന്നു. കാരണം അവർക്ക് ആധാരം പണയത്തിലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് അവരത് സമ്മതിക്കാതെ 50 ലക്ഷത്തിന് അത് വിറ്റു. ഞാൻ പറഞ്ഞു, ഞാൻ 51 ലക്ഷം, നമുക്ക് അതിന് 1 ലക്ഷം രൂപ ഞാൻ കൂടുതൽ തരാം, അതായത് ഈ വീട് എക്സ്ചേഞ്ച് ചെയ്തതിന് കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതെ നിങ്ങൾക്ക് കൊണ്ടുവിട്ട്. അപ്പോൾ അത് പൈസ കിട്ടിയോ ഇല്ലയെന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല. അബദ്ധത്തിൽ ചെന്ന് ചാടി. മൊത്തം പൈസ കിട്ടുന്നതിന് മുമ്പ് അവർ വിറ്റ് കൊടുത്തു ആ സ്ഥലേ. അങ്ങനെ ഒരു അബദ്ധം പറ്റി. അത് കഴിഞ്ഞിട്ട് അത് ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കേസ് കൊടുത്ത്. അത് തള്ളിപ്പോയി. പക്ഷേ അതിനു മുമ്പ് അത് വിൽക്കരുതെന്ന് പറഞ്ഞ ഒരു സ്റ്റേ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടൊരു കേസ് കൊടുത്ത്. ആ കേസ് ഇതുവരെ വിളിച്ചിട്ടില്ല. അത് ജനുവരിയിൽ കൊടുത്ത നീട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് സ്ഥലമൊക്കെ വിറ്റ് പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പനെ കാണാനോ സംസാരിക്കാനോ വീഡിയോ കോളിലൊന്നും അവരെടുക്കുന്നില്ല ഫോണ്. അപ്പോൾ എൻ്റെ മൂത്ത പെങ്ങന്മാരെയും അളിയന്മാരെയും വീട്ടിലേക്ക് കയറ്റുന്നുമില്ല, കൊച്ചുങ്ങളെയും. അവർ വരുന്നത് സീനിയർ സിറ്റിസണായ അമ്മേനെയും അപ്പനെയും ഉപദ്രവിക്കാനും കൊല്ലാനും ആണെന്നൊക്കെ പറഞ്ഞ് അവർ കേസ് കൊടുത്തു. എന്നിട്ട് ട്രീസ അപ്പൻ്റെ കള്ളൊപ്പിട്ടിട്ട് ട്രിബ്യൂണൽ കോടതിയിൽ, വൃദ്ധന്മാരെ സംരക്ഷിക്കാനുള്ള കോടതിയിൽ ഒരു കള്ളക്കേസ് കൊടുത്തു. അതിൽ അമ്മച്ചി ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ അപ്പനറിയാലോ അതിൻ്റെ കണ്ടൻറ്റ്, ആ കേസിൻ്റെ. അപ്പനറിയാതെ അപ്പൻ്റെ ഒപ്പ് ട്രീസ കള്ളൊപ്പിട്ടിട്ട് ആ കേസ് കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ താമസിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഞാനൊരു വീട് വെച്ചിട്ടുണ്ട് അവിടെ എരഞ്ഞിപ്പാലത്തെ. അപ്പോൾ അവൾ ആ കേസ് കൊടുത്തതിൽ പറഞ്ഞേക്കണത് അപ്പനെയും അമ്മേനെയും കൊണ്ട് പറഞ്ഞിരിപ്പിക്കുന്നത് ആ വീട് അവളാണ് എത്രയാണ് 80 ലക്ഷം രൂപ മുടക്കിയത്. ആൻ്റണി ഈ പണിയൊന്നുമില്ലാതെ നടക്കുന്ന അവൻ 30 ലക്ഷം മുടക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് ആധാരവും വീടൊക്കെ ജർമ്മനിയിലുള്ള എൻ്റെ പേരിലാണ്. പക്ഷേ അത് അങ്ങനെ ആയിപ്പോയതാണ്, വെറും കിടപ്പരേഖയാണ്. അവൻ ഇനി വരുമ്പോൾ അത് അവളുടെ ട്രീസയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ നുണ പറഞ്ഞിട്ട് അമ്മ ഒപ്പിട്ടിട്ട് ഒരു കേസ് കൊടുത്തു. അത് അപ്പൻ്റെ ഒപ്പ്, ഇവൾ കള്ള ഒപ്പിട്ടാണ്. അപ്പോൾ ഈ കേസിന് കോടതി വിളിച്ചപ്പോൾ അപ്പനെ കൊണ്ടുപോയില്ല. അപ്പന് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പനെ കോടതി കൊണ്ടുപോയില്ല. എന്നിട്ട് അമ്മയും ട്രീസയും കൂടെ പോയിട്ട് കോടതിയിൽ നുണയൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചു. അപ്പോൾ അപ്പന് അവശനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളപ്പം അവർ ഓരോരുത്തർ കൊണ്ടുപോയി കാര്യങ്ങൾ നടത്തും. പിന്നെ ഇങ്ങനെ സത്യം പുറത്ത് വരുന്നു പറയുമ്പോൾ അപ്പന് കോടതിയിലും ഒരു സ്ഥലത്തും കൊണ്ടുപോകില്ല. അപ്പോൾ ആര് ഇടപെട്ടാലും അവർ ഇടപെടിക്കില്ല. അവർ ഇങ്ങനെ ഒളിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ കോവിഡ് കാലത്ത് ഞാൻ ഈ ജർമ്മനിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എനിക്ക് ഇത്രയും കാലമായിട്ട് എൻ്റെ അപ്പനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പോലും അവൾ അനുവദിക്കുന്നില്ല. അതും എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട്. പിന്നെ മൂത്ത 2 പെങ്ങന്മാരെ അനുവദിക്കുന്നില്ല. അപ്പോൾ വെറുതെ നുണ പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴഞ്ഞ് കരഞ്ഞ് അപ്പനോടൊക്കെ പറഞ്ഞേക്കണേ ഞാനും കൊച്ചും ചാവും, കൊച്ചിന് വിഷം കൊടുക്കും, ഞാനും കൊച്ചിനെ കൊന്ന് ഞാനും ചാവും എന്നുള്ള അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവൾ ഈ കാര്യങ്ങൾ നടത്തുന്നത് അപ്പനെ കൊണ്ട്. പിന്നെ അപ്പന് ഇവളോടൊരു മരിച്ചുപോയി 2008. രണ്ടാമത് അവൾ കള്ളത്തരം കാണിച്ചൊരു കല്യാണം കഴിച്ചാ. കാരണം അവൾക്ക് കല്യാണം, ഞങ്ങളെല്ലാവരും പറഞ്ഞാണ് ട്രീസ ഒരു കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവൾ വേണ്ടാന്ന് പറഞ്ഞു നിന്ന്. കാരണം എന്താ, ഈ ആദ്യത്തെ ഭർത്താവ് മരിച്ച് 3 മാസത്തിനുള്ളിൽ തന്നെ അവൾ വേറെ ഒരുത്തനുമായിട്ട് പ്രേമമായി, കുടുംബത്തുള്ള ഒരുത്തനുമായിട്ട്. കൊല്ലത്തുള്ള അവനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഭാര്യയുമായിട്ട് പിണങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൾ വാശി പിടിച്ചു അവനെ കെട്ടണമെന്ന്. 3 മാസത്തിനുള്ളിൽ തന്നെ അവൾ ഫോൺ വിളി ഇതൊക്കെയാ വാശി പിടിച്ചപ്പോൾ എൻ്റെ അനിയനും കൂട്ട് നിന്നിട്ട് ആൻ്റണി
എന്നിട്ട് ഇവളെന്ത് ചെയ്തു, ആലപ്പുഴ പോയിട്ട് ഒരു റിട്രീറ്റ് സെൻറ്ററിൽ അച്ഛന്മാരില്ലാത്ത സമയത്ത് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലിയിട്ട് ഒരു താലിമാലയൊക്കെ അവിടെ കെട്ടി ഫേക്ക് നാടകം കളിച്ച് കല്യാണം കഴിച്ച പോലെ ആക്കി ആലപ്പുഴയിൽ നിന്ന്. വിധവ പെൻഷൻ പോവാതിരിക്കാനാണ് ഇവൾ ഈ നാടകം കളിച്ചത്. അവൻ ഡൈവേഴ്സ് കഴിഞ്ഞിട്ട് വന്നിട്ട് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചാൽ ഇവർക്ക് വിധവ പെൻഷൻ കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ്റെ ഡൈവോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ അവൾ അവിടെ നാടകം കളിച്ചിട്ട് വന്നിട്ട് നമ്മുടെ കരുണപ്പള്ളിയിലാണ്, അവിടെയാണ് റിസപ്ഷൻ കൊടുത്തത്. അച്ഛൻ അറിയോ അത്? അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കേട്ടതേ ഉള്ളൂ. ഞാനിത് കൂടുതൽ എന്നാൽ സോഷ്യൽ സർവീസ് ആയതുകൊണ്ട് ഞാനിതിന്റെ ഒന്നും പറയുന്നില്ല. ഇപ്പൊ അമ്മയും മോളൂടെ കഴിഞ്ഞ ആഴ്ചയിൽ നീ ഇപ്പൊ ഇത്രയും തുറന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, 2 ദിവസത്തിനുമ്പ് അമ്മയും മോളൂടെ എന്റെ അടുത്ത് വന്ന് കരഞ്ഞിട്ട് കാരണം ഇവര് എന്നോട് പറയാതെ ഒരു സുപ്രഭാതം, കാരണം ഇവരെല്ലാരും എനിക്ക് ഞാൻ കൊല്ലംകാരനാണല്ലോ, മുസ്ലിം കൊല്ലം. അതുകൊണ്ട് ഞാൻ കൊല്ലംകാരായതുകൊണ്ട് എനിക്ക് ഇവരോടൊരു പ്രത്യേക താല്പര്യം വന്നപ്പോഴേ ഉണ്ടായിരുന്നു. അത് ഞാൻ പുറത്താരോട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇവര് എന്റെ അടുത്ത് പറഞ്ഞു, അയ്യോ കൊല്ലംകാരാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനയെ മൂനയാന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ദിവസം എന്നെ വീട്ടിൽ കൊണ്ടുപോയി അപ്പനെ അവിടെ വീടൊക്കെ പഴയ വീട്ടിൽ കൊണ്ടുപോയി ഈ ആന്റണി എന്നെ കൊണ്ടുപോയി കാണിച്ച്, അങ്ങനെ ഇവര് ഭയങ്കര കാര്യമാണ്. അപ്പൊ ഇവള് ട്രീസായിങ്ങനെ എന്റെ അടുത്ത് എന്ന് പറയും, അച്ഛന്റെ നല്ല പ്രസംഗമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്റെ പ്രസംഗം, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സ്നേഹം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ആന്റണിയുടെ കല്യാണം നടന്നു. കല്യാണം എന്റെ അടുത്ത് ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല. അപ്പൊ CMI അച്ഛന്മാരുടെ അടുത്ത് പോയ അമലാപുരി പള്ളിയിലാണ് ഈ കല്യാണം നടന്നേക്കുന്നത്. എന്റെ അടുത്ത് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അത് നമ്മുടെ ഇടവകയിൽ അത് വലിയ പ്രശ്നമായി. എല്ലാം ചോദിച്ചു ഇത് എന്താണ് അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ അവസ്ഥ, നിങ്ങളുടെ ആളുകള് ഇങ്ങനെ ഓരോ പറ്റിക്കൽ പരിപാടി കാണിക്കുന്നില്ല, ഞാനിപ്പോ എന്ത് ചെയ്യാനാ, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. ആദ്യം നിങ്ങള് നെല്ലും പതിരും ആദ്യം വേർതിരിച്ചറിയാൻ പറഞ്ഞു. അപ്പൊ ആരാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്ത് പതുക്കെ ആന്റണി വന്നിട്ട് പിന്നെ എന്നെ കണ്ടില്ല. പിന്നെ ആന്റണി നേരെ അവിടെ ജർമ്മനിയിൽ നിന്ന് വന്നതിന് ശേഷം രണ്ടാമതാണ് ആന്റണി ഈ കല്യാണം, രണ്ടാമത്തെ വരവിനെങ്ങാണ്ടാ തോന്നുന്നു, ഈ മൂന്നാമത്തെ വരവിനാ കല്യാണം നടത്തിയത്. അങ്ങനെ കല്യാണം നടത്തി പോയിട്ട് പിന്നെ ആന്റണി ഞാൻ ഈ വഴിക്ക് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്ത് ഇവരെന്റെ അടുത്ത് പറഞ്ഞു, ഇവരിങ്ങനെ മാറി നടക്കായിരുന്നു. അപ്പൊ ഇവരെന്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ അവസ്ഥ എന്താ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അവസ്ഥ എന്താ കറക്റ്റ് പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ അപ്പൻ സുറിയാനിക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൻ സുറിയാനിക്കാരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സുറിയാനിയിലാണല്ലോ പോകേണ്ടത്, അതുകൊണ്ടാണ് മാവൂര്, ഞാൻ അവിടെ ആയിരിക്കും, മരിച്ചാലും മാവൂര് തന്നെ ആയിരിക്കും, മരിച്ചാലല്ല അങ്ങനെ ആ വാക്ക് പറഞ്ഞില്ല, ഞങ്ങള് പിന്നെ സുറിയാനി പള്ളിയിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ ട്രീസ ലത്തീൻകാരനാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവനെ എവിടുന്നാ കെട്ടിയിരിക്കുന്നത്, വെള്ളിമാട് മരിച്ച ആള്. അവൻ വെള്ളിമാട് അതെ, അവൻ വെള്ളിമാട് നിന്നാ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ട്രീസായ മോളെ അച്ഛൻ ദയവ് ചെയ്തിട്ട് പള്ളിയിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, അത് ഞാൻ കുടുംബ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്. ഞാൻ പറഞ്ഞു ഓക്കെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അവളെ കേറ്റാന്ന് പറഞ്ഞു. ഞാൻ ഇവിടുത്തെ നെൽസണ് പറഞ്ഞെടുത്ത ഒരു കുടുംബ യൂണിറ്റിന്റെ പ്രസിഡന്റ് ഉണ്ട്, നെൽസനെ വിളിച്ചിട്ട് പറഞ്ഞു, നെൽസ ഇനി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ട്രീസായും കൂടി ഉൾപ്പെടുത്തിയത്, അവള് നമ്മുടെ കുട്ടിയാണ്, അവളും മോളും ഇവിടുത്തെ ഇടവകയായിട്ട് അംഗമായിട്ട് തുടരും, മറ്റവര് മാവൂര് ഇടവക്കാരായിട്ട് തുടരുന്നു. ആ പ്രശ്നത്തിന് പരിഹാരമായി. ഇത് എന്താണ് സംഭവം? ഇത് ഒരു 4 ദിവസമായി നടന്നത്. ഓക്കെ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതാണിപ്പോ ലേറ്റസ്റ്റ് ഇവരെ ഞാൻ കണ്ടിരിക്കുന്നത്. അമ്മയും വന്നു, മോളും വന്നു. അപ്പൊ അവര് വന്നത് ട്രീസേനെ കൊച്ചിനെ അവിടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതെ അതെ, ട്രീസേൻ കൊച്ചിനെ ഈ ഇടവകയിൽ നിന്ന് പുറത്തള്ളരുത്, അവരെ വേറെ ആരുമില്ല, ആരോരും ഇല്ല, അതുകൊണ്ട് അവരെ അന്യാധീനപ്പെടരുത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അച്ഛന് അവരോട് കരുണ കാണിക്കണം, അച്ഛനെ അവര് ഇവിടെ ഈ ഇടവകയിലെ അംഗങ്ങളായിട്ട് നിലനിർത്തണം. അപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിലും ഇടവകയായിട്ട് സഹകരിച്ച് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇങ്ങനെയെങ്കിലും ഒരു ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്.
ഇതവള് കല്യാണം കഴിച്ചത് മറ്റേ ആ ഫേക്ക് കല്യാണം കഴിച്ചത് 2011 അവിടെ കരുണപ്പള്ളിയിൽ എല്ലാവരോടും പറഞ്ഞ് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ടീച്ചർമാരെയൊക്കെ വിളിച്ച് റിസപ്ഷനൊക്കെ കൊടുത്ത് ഗിഫ്റ്റൊക്കെ വാങ്ങി ഭയങ്കര പാർട്ടിയൊക്കെ നടത്തി. അത് കഴിഞ്ഞപ്പോൾ അവിടെ അന്നിരുന്ന അച്ഛനെ അറിയാം അത് കള്ള കല്യാണമാണെന്ന്. എന്നിട്ട് ആ കൊച്ചിൻ്റെ ശൈലലേപനത്തിന് ഈ ഈ കെട്ടിയവനും ട്രീസയും ലെഫ്റ്റും റൈറ്റും നിന്ന് കുർബാന സ്വീകരിക്കാൻ പോയപ്പോൾ അവിടുത്തെ അച്ഛൻ ഇവർക്ക് കുർബാന കൊടുത്തില്ല. കാരണം കല്യാണം കഴിച്ചില്ലല്ലോ, ഫേക്ക് കല്യാണം ആയത് കാരണം കൊണ്ട് കുർബാന വിലക്കി ഇവക്ക്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, മറ്റേ അവൻ്റെ ഭാര്യ തിരിച്ചു വന്നപ്പോൾ ഗൾഫിൽ തിരിച്ചു വന്നപ്പോൾ ഇവൻ തിരിച്ച് ആ ഭാര്യൻ്റെ കൂടെ പോയി. അപ്പോൾ ഇവക്ക് ഭർത്താവില്ല. അപ്പോൾ ഇവക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഇവൻ്റെ പഴയ ഭർത്താവിൻ്റെ പോലെ അത്രയും ഉദ്ദേശിച്ച പോലെയുള്ള ഒരുത്തനായിരുന്നില്ല ഇവൻ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവൾക്കും വലിയ താല്പര്യം ഉണ്ടായില്ല. എന്നിട്ട് ഇവൾക്ക് താല്പര്യമില്ലാത്ത കാര്യം എന്നെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചു. അവന് കൊല്ലത്തുനിന്ന് അവൻ കൊല്ലത്തായിരുന്നു. അവൻ കൊല്ലത്തുനിന്ന് കോഴിക്കോടേക്ക് ഇവളെ കാണാൻ വെക്കേഷന് വരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ വരാൻ പോവാണ്, അപ്പോൾ ഇപ്പോൾ വന്നാൽ ശരിയാവില്ല, ഞങ്ങളൊരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്, ഇപ്പോൾ എന്താ ചെയ്യുക, നീ ഒന്ന് വിളിച്ച് പറയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് പറയാൻ ധൈര്യമില്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്നിട്ട് വിളിച്ച് പറഞ്ഞ് എടാ നീ ഇപ്പോൾ പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് ആരോടും പറയാതെ വന്നു, ഇവളോട് പോലും പറയാതെ. എന്നിട്ട് നീ ഇന്ന് വിളിച്ചിട്ട് നീ നാളെ അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ അവൾക്ക് അതിന് അസൗകര്യമല്ലേ, നീ നാളെ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവന് വിഷമമായിട്ട് അവൻ ഓക്കെ എന്ന് പറഞ്ഞു, പോയില്ല. എന്നിട്ട് ആ പേരിൽ ഇവൾ പറയാണ് ഞാനാണ് അത് കുളമാക്കിയെന്ന്. പക്ഷേ സത്യം എന്താ, ഞാനിപ്പോൾ ആ വീട്ടുകാരെ വിളിച്ചു, കഴിഞ്ഞ ആഴ്ച ആ വീട്ടുകാരെ വിളിച്ചു. അവർ പറയണത് എന്താണ്, ഈ പറഞ്ഞ ആളുടെ പെങ്ങളുടെ ഭർത്താവ് ഈ കുടുംബവും ആൻ്റണീനെയും ട്രീസേനെയും വിളിച്ചിട്ട് 3 ആഴ്ച കാത്തിരുന്നു. ഇവരങ്ങോട്ട് ചെന്ന് സംസാരിച്ച് എന്ത് പ്രശ്നങ്ങളിലും പറഞ്ഞു തീർക്കാൻ 3 ആഴ്ച കാത്തിരുന്നു. എന്നിട്ട് ഇവൾ പോയില്ല. അപ്പോൾ അവർ പറയണത് ഇവൾ പോവാത്ത ഇവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് പോകാത്തതാണ്. കാരണം അവനൊരു ഡിമാൻഡ് വെച്ചു. അവൻ പറഞ്ഞു അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് കൊല്ലത്ത് താമസിക്കാം, ഇവളും കാരണം അവൻ ഒറ്റ മോനാണ്, പെങ്ങന്മാരെ കെട്ടിച്ചു, അപ്പനും അമ്മയുണ്ട്, ഇവളും കൊച്ചും കൂടി കോഴിക്കോട് നിന്ന് കൊല്ലത്ത് പോയി അവൻ്റെ കൂടെ അവിടെ താമസിക്കണമെന്ന് പറഞ്ഞു അവൻ. അപ്പോൾ ഇവള് പറഞ്ഞു അത് പറ്റിയല്ല, കാരണം ഇവക്ക് ജോലിയുണ്ട്. അവൻ്റെ പേരും ജോയിന്നാ, അതായാലും വലിയ രസം. ഈ മരിച്ച ആളെ പേരും ജോയിന്നാ. അപ്പം രണ്ടും ജോയിയാണ്. ഇല്ല അത് ശരിയാ. അതെ ഉണ്ട്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞേക്കണത് ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട് അവളുടേതാണ്. അപ്പൊ അത് എന്താ, അതെ എൻ്റെ പേര് ജോസഫ്. അത് 8 സെന്റ്. അതെ അതെ. തീർച്ചയായിട്ടും ജർമ്മനിയിൽ എത്ര വന്നിട്ട് അത് ഓക്യുപ്പൈ ചെയ്തിട്ട് അത് വേണ്ട നിയമ നടപടി എടുത്തൂടെ? ദാനം ചെയ്യണം. ചതി നടക്കുകയാണെങ്കിൽ അങ്ങനെ അവളെ വെറുതെ വിടാൻ പാടില്ലല്ലോ. ഞാൻ അധ്വാനിച്ചിട്ട് പാട് വെച്ചിട്ട് ഏതോ ഒരു അന്യനാട്ടിൽ ശരിയല്ലല്ലോ. കാരണം അവള് എങ്ങനെയൊക്കെ പറഞ്ഞാലും അവളൊരു അധ്യാപികയാണ്. അവൾക്ക് 10,35,000 അധികം സാലറി ഉണ്ട്. ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ. അവൾക്ക് വേറെ ബാധ്യതയൊന്നുമില്ല. അവള് ഹെൽത്തിയാണ്. എനിക്ക് അങ്ങനെയൊക്കെ മനസ്സിലായത്. അപ്പൊ അവളതുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് അവളൊരു വീട് അവള് സ്വന്തമായിട്ട് വെക്കട്ടെ. അവൾ എന്തിനാണ് പിന്നെ കുടുംബത്തിന്റെ 50 ലക്ഷത്തിന്റെ വിറ്റ പൈസ കിട്ടിയല്ല ഇതായിരുന്നു. അത് അവളുടെ കേരളത്തിലും അവളോട് ഉണ്ടല്ലോ അതിന്റെ വിഹിതം. ജോസഫ് ഞാൻ പറയുന്നത് എത്ര നേരത്തിന് ജോസഫ് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടി തന്നെയെങ്കിലും ഏറ്റവും നല്ലൊരു വക്കീലിനെ കണ്ടിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യുക. അതിനുള്ള ഒരു വക്കീലിനെ കാണുക. അപ്പൊ അച്ഛൻ ഇവക്ക് സ്വന്തമായിട്ട് പാലായിൽ ഒരു വീടുണ്ട് ട്രീസയ്ക്ക്, അത് വാടകയ്ക്ക് കൊടുത്തേക്ക് അവള്. അത് അവളുടെ കെട്ടിയോ മരിക്കുന്നതിന്റെ 2-3 ദിവസം മുമ്പ് എടുത്ത വീടാ അത്. അല്ല അതിൽ തരികടില്ല. കാരണം അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് പിണങ്ങാ, അമ്മേനെ സ്നേഹിക്കല്ല, അവരുമായിട്ട് അടിയാണ്, എല്ലാവരുമായിട്ട് അടിയാ.
അത് കഴിഞ്ഞിട്ട് അവൾ കാണുമ്പോൾ ചിരിച്ച് കാണിക്കുന്നല്ലാണ്ട് അമ്മായിയമ്മയൊന്നും കാണാത്ത രീതിയിൽ ഒരു മുഖം ഉള്ളോട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കെട്ടിയവനെ കൊണ്ട് ഒരു വീട് വാങ്ങിപ്പിച്ച് അത് വാങ്ങി ഒരാഴ്ച കഴിഞ്ഞില്ല, അതിന് മുമ്പേ കെട്ടിയവൻ മരിച്ചു. എന്നിട്ട് ഇപ്പോൾ ഈ 2021 വരെ 2021 വരെ അതിൻ്റെ ലോൺ അടച്ച് അത് തീർത്ത് അവൾ അത് സ്വന്തമാക്കി. അത് അവളുടെ സ്വന്തം വീടാണത്. പിന്നെ ഈ മറ്റേ അത് എത്ര അത് 5-6 സെൻറ്റ് സ്ഥലം എന്നാണ് തോന്നുന്നു. കുറച്ച് സ്ഥലമുള്ളൂ. ഒരു ടെറസിട്ട വീടും ഉണ്ട്. 5-6 ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയാല. പാലാഴി വീടിൻ്റെ ഒരു നിലയേ ഉള്ളൂ. അയ്യോ അതിലും കൂടുതലുണ്ട് അവളെ വീട്. ഉണ്ട് ഉണ്ട്. ഇതിപ്പോ വേറെയും പ്രശ്നമുണ്ട്. എൻ്റെ അമ്മച്ചി ഇവൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കൂടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാച്ചാ, എൻ്റെ അമ്മച്ചി എൻ്റെ അനിയന് വേണ്ടിയിട്ട് വാങ്ങി കൊടുക്കാനാണ് ഈ അമ്മച്ചിയുടെ വെപ്രാളം. അച്ഛൻ പറഞ്ഞില്ലേ ഇവൻ പോയിട്ട് അമലാപുരിയിൽ ഒരു കല്യാണം കഴിച്ചെന്ന്. ആ കല്യാണം ഇവൻ കള്ളത്തരം പറഞ്ഞ് കഴിച്ച അത് ഡൈവോഴ്സായി. അവനത് പറഞ്ഞു ആ വീട് അവൻ്റെയാന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. എൻ്റെ വീട് അവൻ്റെ വീടാന്ന് പറഞ്ഞിട്ട് കല്യാണം. ട്രീസയും പറഞ്ഞു അത് അവൻ്റെ വീടാന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് കല്യാണം കഴിച്ചു. പിന്നെ ഇവൻ പറഞ്ഞു ഇവന് MBA ഉണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ അവന് 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. 10ാം ക്ലാസ്സും പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ഹോളി ക്രോസിൽ നിന്ന് എടുത്ത ഡിപ്ലോമ, ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്ലോമ. അവൻ്റെ PDC സർട്ടിഫിക്കറ്റ് പോലും ഫെയിൽഡാണ്. എന്നിട്ട് അവനത് തിരുത്തി പാസ്ഡ് എന്നാക്കി. കാരണം അവൻ PDC പരീക്ഷ പോലും എഴുതിയിട്ടില്ല. എന്നിട്ട് അവൻ MBA ഉണ്ടെന്ന് പറഞ്ഞു, അവൻ്റെ വീടാണെന്നും പറഞ്ഞു, ജർമ്മനിയിൽ നല്ല ജോലിയാണെന്നും പറഞ്ഞ് 2 വയസ്സും കുറച്ചും കാണിച്ചിട്ടാണ് ഒരു ടീച്ചർ പഠിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചത്. അപ്പോൾ അവൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റേ സെൻറ്റ് വിൻസെൻ്റ് സ്കൂളിൽ ആ പെണ്ണിനെ ടീച്ചറായിട്ട് ജോലിക്ക് വിട്ടിട്ട് ഇവനിങ്ങനെ ഓരോരുത്തരെ പുറകെ പോകാനായിരുന്നു. ഇവൻ ഈ ഓരോരുത്തരെ പുറകെ പോണ പെണ്ണുങ്ങളുടെ പുറകെ പോണ ഒരു സ്വഭാവമുണ്ട് ഇവന്, ആൻ്റണിക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ പറഞ്ഞ പോലെ അവിടുത്തെ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അവിടുത്തെ ആ മഠത്തിലും എന്തോ വൃത്തിയായിട്ട് ചെയ്ത് എന്തായാലും അവനെ ആ മഠത്തിൽ കയറ്റല്ല ഇപ്പോൾ. അപ്പോൾ ഇവനിങ്ങനെ പല ഫ്രോഡും കളിച്ചിട്ട് നടക്കുകയാണ്. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് അച്ഛൻ ഇങ്ങനെ രഹസ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അച്ഛനോട് പറയാം. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് പരപുരുഷ ബന്ധം ഉണ്ടായിരുന്നു അച്ഛാ പണ്ട് മാവൂരായിരുന്നപ്പോൾ പലരുമായിട്ട്. അതായത് ഞാനാണ് മൂത്ത മകന് ഇളയ ആൺകുട്ടി ആയിരുന്നത് 6 വർഷം വരെ. അത് കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അനിയനുണ്ടായത്. അപ്പോൾ എൻ്റെ അമ്മ വേറൊരു ബന്ധത്തിലുണ്ടായതാണ് എൻ്റെ അനിയൻ എന്നാണ് എല്ലാവരും വിശ്വാസം. കാരണം എൻ്റെ അപ്പൻ മക്കളുണ്ടാവാതിരിക്കാനുള്ള ഓപ്പറേഷൻ ചെയ്തേ ഞാൻ ഉണ്ടായി കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മയ്ക്ക് അപ്പനിലുണ്ടായ മക്കളെ ഒന്നും ഇഷ്ടമല്ല. ഈ ഇളയ മോനെ ആൻ്റണീനെ മാത്രം വെളുത്തിരിക്കുന്ന കാരണം അവനെ മാത്രം പുന്നാരിച്ച് അവന് മാത്രമാണ് സ്നേഹം. അപ്പോൾ അവൻ ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളുടെ പുറകെ പോകുമ്പോൾ ഒക്കെ അമ്മ പറയാം പോയിക്കോട്ടെ, കാരണം അവൻ കല്യാണം കഴിക്കാതെ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ അതിന് താങ്ങിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ ഡൈവോഴ്സായി കഴിഞ്ഞപ്പോൾ അത് പൊട്ടി. അവൻ 9 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഡൈവോഴ്സാക്കി. അത് കഴിഞ്ഞിട്ട് ഇവന് പഠിക്കൂല, വേറെ പെണ്ണുങ്ങളെ പോണ്ട് ഇവനാണ് അപ്പനെ കൊണ്ട് കള്ളം പറഞ്ഞിട്ട് ആ മറ്റേ ട്രീസയും കൂടെ കൂടിയിട്ട് തറവാട് വിറ്റ് 50 ലക്ഷം വാങ്ങിയത്. എന്നിട്ടിപ്പോൾ ഇവന് നേരിട്ട് വീട് കൊടുക്കാൻ പറയാൻ അമ്മയ്ക്ക് വകുപ്പില്ലാത്തത് കൊണ്ടാണ് ട്രീസക്കി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കേസ് കൊടുത്ത് നടക്കുന്നത്. എന്നിട്ട് എന്നെ പറഞ്ഞേക്കണേ, അച്ഛൻ പറഞ്ഞ പോലെ എന്നെ നാട്ടിലിറക്കുകയല്ല, അവർ പറഞ്ഞേക്കണേ നിന്നെ ഈ നാട്ടിലേക്കേ വരുത്തുകയല്ല, നിന്നെ ജർമ്മനിയിൽ പോലീസ് ഇവിടെ ജയിലിൽ കയറ്റും, നിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൊല്ലും. അതായത് എനിക്ക് എൻ്റെ ലൈഫിന് ഭീഷണിയുണ്ട്, അവരെന്നെ കൊല്ലാനും ചാൻസ് ഉണ്ട്. എൻ്റെ അനിയൻ വെറും ക്രിമിനലാണ്. കാണുമ്പോൾ ചിരിച്ച് വർത്തമാനം പറഞ്ഞ് പല്ലും കാണിച്ച് ചിരിക്കുന്നല്ലാണ്ട് വെറും ക്രിമിനലാണ്. അവൻ 17 വർഷമായി. 2003 മുതൽ അവൻ ഹാൻഡ്സ് വെക്കാറുണ്ട് വായിലേ. പിന്നെ സ്ഥിരമായിട്ട് മദ്യപിക്കാറുമുണ്ട്. ഭയങ്കര കള്ളുടിയാണ്, അറിയത്തില്ല. അപ്പോൾ അവന് ഉള്ള കൂട്ടുകാരും പലരും ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു കുടുംബത്തിൽ പിറക്കാത്ത കളിയാണ് അവൻ കളിക്കുന്നത്. അപ്പോൾ അവനും ട്രീസയും കൂടെ എനിക്ക് മക്കളും ഇല്ല, ഭാര്യയില്ല. ഞാൻ ഡൈവേഴ്സായി അച്ഛാ. ഞാൻ കരുണപ്പള്ളിയിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ അവൻ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞതാണ് അവനെ കൊണ്ടുവരണ്ട, അവൻ ഫ്രോഡാണ് എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഞാനത് കേൾക്കാണ്ട് അമ്മയുടെ വാക്ക് കേട്ട് അവനെ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന്
2-3 സ്ഥലത്ത് പണി പഠിക്കാനായിട്ട് ആക്കി കൊടുത്തിട്ട് അവൻ ഈ തണുപ്പും കൊള്ളാൻ വയ്യ, ഇവിടുത്തെ ജീവിതവും ഇഷ്ടമല്ല, അവന് നാട്ടിൽ പോയി മറ്റുള്ളവരുടെ പൈസ കൊണ്ട് അടിച്ചു പൊളിച്ച് നടക്കണം. അങ്ങനെ അവൻ തിരിച്ചു വന്നു. എന്നിട്ട് ഡൈവേഴ്സായി കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു അവൻ ജർമ്മനിയിൽ നിന്ന് ഫിസിയോതെറാപ്പി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ കള്ള ഫിസിയോതെറാപ്പി ആയിട്ട് 4-5 മാസം ജോലി ചെയ്തു. അവൻ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. എന്നിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ ഫേസ്ബുക്ക് വഴി ജർമ്മനിലായിരുന്നപ്പോഴേ കോഴിക്കോട് നടക്കാവിലുള്ള ഒരു ഫിസിയോതെറാപ്പി പെണ്ണിനെ പരിചയപ്പെട്ടു. അവളുടെ ഭർത്താവാണെങ്കിൽ 2 പ്രാവശ്യം ബൈപ്പാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ അവശനായി കിടക്കുക, പ്രായപൂർത്തിയായ 2 മക്കളും ഉണ്ട്. ആ പെണ്ണുമായിട്ട് അവിഹിത ബന്ധമായിട്ട് ആ പെണ്ണിനെ എൻ്റെ വീട്ടിൽ വരെ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പൻ്റെ അമ്മയുടെ മുന്നിൽ, അമ്മയ്ക്കറിയാം. എന്നിട്ട് ഇവൾ ട്രീസേനെയും കൊച്ചിനെയും ആ പെണ്ണിൻ്റെയൊക്കെ കൂടെ കൊണ്ടു നടക്കും, എന്തിനാ ആർക്കും സംശയം തോന്നാതിരിക്കാൻ. അപ്പോൾ ട്രീസയും കൊച്ചുമൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ആ ബന്ധം തുടരുന്നത്. എന്നിട്ട് അവളുടെ സർട്ടിഫിക്കറ്റ് ഇവന് കൊടുത്തു. ഇവനത് ആ കൊച്ചാണ് അത് കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ട് അത് മാറ്റി കൊടുത്തതെന്നാണ് എൻ്റെ വിശ്വാസം. ആ കൊച്ചിന് കമ്പ്യൂട്ടറൊക്കെ നന്നായിട്ട് അറിയാം. എന്നിട്ട് അവൻ 4-5 മാസം ഫിസിയോതെറാപ്പി ആയിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ ബന്ധമുണ്ട്. അതിൻ്റെ ഇടയിൽ പോയിട്ട് കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് വീട്ടിൽ പിരിഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണിനെ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ അവൻ കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ ലിവിങ് ടുഗദറാണ്. അവൻ്റെ കാമുകിയുമായിട്ട് എൻ്റെ വീട്ടിൽ അവൻ ഒരുമിച്ച് താമസിക്കുകയാണ്. ആ കാമുകിക്ക് 10 വയസ്സുള്ള ഒരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ച് അവളുടെ ഭർത്താവിൻ്റെ കൂടെയാണ്. അവൾ ഭർത്താവുമായിട്ട് പിണങ്ങി വീട്ടിൽ നിൽക്കുകയായിരുന്നു കണ്ണൂരിൽ നിന്ന്. അപ്പോൾ കല്യാണം ആണെന്നുള്ള ഇതിൽ ബ്രോക്കർമാർ പറഞ്ഞു കൊടുത്തപ്പം ബ്രോക്കർമാർക്ക് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡൈവേഴ്സ് കഴിയാൻ വരെ വെയിറ്റ് ചെയ്യാതെ അവൻ അവളെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ ആരും കാണാതെ താമസിക്കുക. അപ്പോൾ 1-2 ട്രീസറുടെ ടീച്ചർമാരൊക്കെ അവിടെ വീട്ടിൽ വന്നപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ അവർ ഇവൻ്റെ ഭാര്യനെ കണ്ടിട്ടില്ല, ഇവൻ്റെ ഭാര്യയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പരിപാടി. ഇവർ നടത്തുന്നത് ചതിയാണത്. തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി എല്ലാം ചെയ്യാം, അതൊന്നുമല്ല, ചതിയാണ് ചെയ്യുന്നത്. 4 ദിവസം മുമ്പ് അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കരഞ്ഞ് പറയുകയാണെങ്കിൽ അതും ചതിയാണച്ചാ. ഇതിപ്പോൾ ഈ പ്രശ്നം തീരണമെങ്കിൽ എൻ്റെ അച്ചാച്ചനെ കണ്ടിട്ട്, എൻ്റെ അപ്പനെ, പുള്ളി കരുണക്കൊന്ത ചെല്ലി നടക്കുന്ന പാവം മനുഷ്യനാണ്. എൻ്റെ അമ്മ ആ പുള്ളിനെ പറ്റിച്ചിട്ടുള്ളൂ. ആ പുള്ളീനെ ഒന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും. അത് കാരണം കൊണ്ട് ആ അച്ചാച്ചനെ കാണിക്കാതെ കൊണ്ട് നടക്കുകയാണ് അവൾ. എന്നിട്ട് അച്ചാച്ചൻ മരിക്കണ വരെ ഞങ്ങളെ കാണിക്കാതെ കൊണ്ട് നടക്കുകയാണ്. കാരണം അച്ചാച്ചൻ്റെ കള്ളൊപ്പിട്ടിട്ടാണ് അവളൊരു കേസ് കൊടുത്തേക്കണത്. എൻ്റെ ഡൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ 2014 3 മാസം വരെ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഭാര്യ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു ഇവനെ കൊണ്ടുവരരുത്, ഇവൻ കൊണ്ടുവന്നാൽ ശരിയാവില്ല, അവന് എഡ്യൂക്കേഷനില്ല, ഇവൻ മണ്ടനാണെന്ന് ഭാര്യ പറഞ്ഞു. പിന്നെ ഞങ്ങൾ 3 ആൾ വരും താമസിച്ചത്. എന്നിട്ട് ഞാൻ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഭാര്യ എന്ത് ചെയ്തു, ഇവൻ്റെ കൂടെ ഞങ്ങളെ 2 പേരെയും കൂടെ താമസിക്കാൻ താല്പര്യമില്ലാണ്ട് ഭാര്യ ജോലിയുടെ കാര്യത്തിൻ്റെ യാത്രാ സൗകര്യത്തിനും കൂടിയായിട്ട് പഴയ സ്ഥലത്തേക്ക് അവൾ വീട് മാറിപ്പോയി. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇവൻ എവിടെയെങ്കിലും പച്ച പിടിച്ച് വരുന്ന എൻ്റെ കൂടെ നിർത്താമെന്ന് വിചാരിച്ച് എൻ്റെ കൂടെ നിർത്തി. ഞാൻ 4 വർഷം അങ്ങ് നീണ്ടുപോയി അത്. അതിൻ്റെ ഇടയിൽ കുറച്ച് മാസം അവൻ മാറി നിന്നെങ്കിലും മൊത്തത്തിൽ 4 വർഷം എൻ്റെ കൂടെ നിന്നു. അപ്പം ഞാൻ എൻ്റെ ഭാര്യയായിട്ട് അകന്ന് ഞാൻ ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച് ഇവനെ എന്തെങ്കിലും പച്ച പിടിച്ച് വരട്ടെ, എൻ്റെ അനിയനല്ലേ ഒന്നുമില്ലെങ്കിലും ഒരമ്മ പെറ്റ മക്കളല്ലേ എന്നുള്ള കുഞ്ഞുഭാവേൻ്റെ വാത്സല്യത്തിൽ എനിക്ക് അവനെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഞാൻ അവനെ സഹായിച്ചതാണ്. അപ്പോൾ ഭാര്യ കുറച്ച് മാറിപ്പോയി. അത് കഴിഞ്ഞപ്പം ഇവിടെ ജർമ്മൻകാരിയായിരുന്നു പുള്ളിയെ, എൻ്റെ ഭാര്യ. അപ്പോൾ ജർമ്മൻകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടെ താമസിച്ചില്ലെങ്കിൽ കെയർ ചെയ്തില്ലെങ്കിലും ശരിയാകുകയല്ലോ. അങ്ങനെ എനിക്കൊരു പറ്റിപ്പോയതാണ്. അപ്പോൾ അത് പോയി. ഇപ്പോൾ ഇവനെ ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും അവളെ കൂടെ ഒരുമിച്ചായേനെ. ഞങ്ങൾക്ക് മക്കളില്ല. എന്നിട്ട് പിന്നെ ഡൈവേഴ്സായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ട്രീസയോടും അമ്മയോടും പറഞ്ഞു, അമ്മേ എനിക്കൊരു മലയാളി പെണ്ണിനെ വേണം, എനിക്ക് കാരണം ഞാനെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, കഞ്ഞി ഉണ്ടാക്കുന്നതും ഭക്ഷണം തുണി അലക്കുന്നതും ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പണിയെടുക്കുന്നതും. അത് കാരണം കൊണ്ട് വയസ്സാം കാലത്ത് എനിക്ക് ഞാനിവിടെ പാസ്റ്ററൽ റെഫറൻറ്റാ അച്ഛാ. പള്ളിയിലാണ്, ഇവിടുത്തെ രൂപതയിലാണ് ഞാൻ ജോലി ചെയ്യണേ, പള്ളിയിൽ. അച്ഛൻ വന്നിട്ടുണ്ടോ ജർമ്മനിക്ക്? ജർമ്മനി അച്ഛന്മാർ കുറവായത് കാരണം കൊണ്ട് അൽമായർക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു ജോലി. അപ്പം അതെ, കാത്തലിക് ആണ്. ആര് പറഞ്ഞു? ഇല്ല ഞാനിവിടെ കാത്തലിക് ചർച്ചിലാ. ഇവിടെ ജർമ്മനിയിൽ അത്
കഴിയുന്ന രീതിയിൽ ആ നിന്റെ ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു. എന്താ ചെയ്യാ, നീ ഒരു വല്ലാത്ത ഒരു ഊരാക്കുടുക്കിൽപ്പെട്ടതുപോലെ തോന്നുന്നു. അതെ അതെ അത്രമേ ദൈവത്തിന് മാത്രമേ നിന്നെ സംരക്ഷിക്കാൻ പറ്റൂ. അതെ കാരണം നിന്റെ വട്ടത്തിൽ നിന്റെ കുടുംബജീവിതവും പോയി, അതെ നിന്റെ സമാധാനവും പോയി, ആ നീ ഇത്രയും നാൾ ഉണ്ടാക്കിയ സമ്പത്തും പോയി, ആ സ്വത്തും പോയി, നിന്റെ അപ്പനും അമ്മയും പോയി, അതെ നിന്റെ അനിയൻ പോയി, അതെ ഒറ്റയടിക്ക് നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. അതെ ഇതൊരു ഭയങ്കര ട്രാജഡി. ഇത് ഷേക്സ്പിയർ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ഒരു നാടകം എഴുതിയായിരുന്നു. ആ അത്രയ്ക്കും ട്രാജഡി ആയിപ്പോയി നിന്റെ. ഞാനിപ്പോ പറഞ്ഞു തരണമെങ്കിൽ അതെ എനിക്കറിയില്ല ആയിട്ടിനോ നിന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ. അതെ എന്റെ മനസ്സിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാം, നീ പ്രാർത്ഥിക്കുക. ആ എനിക്ക് നിന്നോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ആ നീ അങ്ങനെ പേടിച്ച് നിൽക്കാൻ പാടില്ല. ആ ഇവിടെ വന്നിട്ടായാലും ഇവിടെ ഒരു ലോഡ്ജ് എടുത്തിട്ടായാലും നീ ഇവരറിയാതെ തന്നെ ഒരു നല്ല അടിപൊളി വക്കീലിനെ വെച്ചിട്ട് നിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തിട്ട് നീ നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് വാദിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല, നിന്റേത് തന്നെ ആയിരിക്കും. അത് അപ്പനും അമ്മയും മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ സൂപ്പറായി. അതാണ് അച്ഛാ, എൻ്റെ അപ്പൻ മദ്യം കഴിക്കാൻ പാടില്ല, അപ്പന് ഷുഗർ ഉണ്ട്. ഇപ്പം ആൻ്റണി വന്നിട്ട് അവൻ ദിവസവും എൻ്റെ അപ്പന് മദ്യം വാങ്ങി കൊടുക്കല, അതും ചീപ്പ് മദ്യം. അപ്പം അപ്പന് മദ്യത്തോട് താല്പര്യമുള്ളതാണെങ്കിൽ എത്ര ഷുഗർ ഉണ്ടെങ്കിലും അപ്പൻ ആര് വന്നാലും മദ്യം ചോദിക്കും. അപ്പം അപ്പന് ആദ്യം മദ്യം കൊടുക്കണം, അപ്പം അവനോട് സ്നേഹമാണ്. അപ്പം അവൻ സ്ഥിരമായിട്ട് മദ്യം കൊടുക്കും. അപ്പം ഷുഗർ കൂടും, കാല് പൊട്ടും. അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകും, എന്നിട്ട് വരുത്തി തീർക്കും ഇത് അപ്പൻ നാച്ചുറൽ ഡെത്താന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതാണ് സംഭവം. അപ്പനെ കൊല്ലാനാണ് ഇവർ നോക്കുന്നത്. അല്ലെങ്കിൽ ഈ കാലത്ത് ജീവിച്ചിരിക്കുമ്പം അപ്പനെ മക്കളിൽ നിന്ന് അകറ്റാൻ എന്താണ് വെച്ചാൽ കാര്യം? മരിച്ചു കഴിഞ്ഞിട്ട് ശവടക്കിന് വന്നിട്ട് കാര്യമുണ്ടോ? എൻ്റെ മൂത്തരൻ്റെ പെങ്ങന്മാർ അവിടെ പോയി നിന്നിട്ട് അവരെ കൊണ്ട് പോലീസിനെ കൊണ്ട് അവരെ പിടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു അവർ അപ്പനെയും അമ്മനെ ഉപദ്രവിക്കാൻ വരികയെന്ന്. എൻ്റെ അമ്മയാണ് ഇതിൽ പ്രശ്നം അച്ഛാ, അച്ഛനത് മനസ്സിലാക്കണം. എൻ്റെ അമ്മ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എല്ലായിടത്തും പോയിട്ട് സീനിയർ സിറ്റിസനാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ടാണ് അമ്മ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അമ്മ പറയുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, അപ്പനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അമ്മ പറയുന്നത്. അപ്പനാണ് ഇതൊന്നും അറിയാതെ വീട്ടിലിരിക്കുക. അപ്പോൾ അച്ഛൻ എങ്ങനെയെങ്കിലും ഇപ്പോൾ ട്രീസ അമ്മേൻ്റെ അടുത്ത് വന്നപ്പോൾ ഒന്ന് വീട്ടിൽ ട്രീസനെ ചെല്ലാനെന്ന രീതിയിൽ ചെന്നിട്ടെങ്കിലും എൻ്റെ അപ്പനെ ഒന്ന് കണ്ടിട്ട്, അച്ഛനിപ്പോൾ അതോറിറ്റിയായി. കാരണം അവർ അച്ഛൻ്റെ അടുത്ത് വന്നല്ലോ, ട്രീസനെയും കൊച്ചിടവകയെ ചേർക്കണമെന്ന് പറഞ്ഞ് വന്നല്ലോ. അപ്പോൾ പറയാം ട്രീസ ചെയ്യുന്ന ചതിയാണ്, തിന്മയാണ്, അതിന് മാറണം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അവൾ ഈ മന്ത്രവാദികളുടെയും അമ്പലത്തിൽ നമ്പൂതിരിമാരുടെ അടുത്തും ഈ കെണിയാന്മാർ മറ്റേ ഇത് വെച്ച് നോക്കൂലേ, എന്താണ് പറയുക, ഒരു അതിനൊക്കെ പോകാറുണ്ട് അവൾ. ഒരു പ്രത്യേക ഒരു കളിയാണ് അവൾ കളിക്കുന്നത്. കാരണം അവൾക്കറിയാം അവളാണ് ഏറ്റവും ഇളയ മോളും എൻ്റെ അനിയൻ ഇളയ മോനും. ഇവരോട് രണ്ടുപേരോടും എൻ്റെ അപ്പൻ്റെ മകൻ അല്ലെങ്കിലും അപ്പനൊരു പ്രത്യേക വാത്സല്യമാണ് എൻ്റെ അനിയനോട്. ഈ മകൾ അപ്പൻ്റെ മോള് ആണ് ആണെന്ന് വിചാരിക്കുന്നു. അതെന്നാ നിന്റെ പ്രസവത്തിന് ശേഷം അതിന്റെ കപ്പാസിറ്റി കട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ? അല്ലല്ല, ഇവൾ എൻ്റെ ചേച്ചിയാ, എൻ്റെ നേരെ മൂത്ത ചേച്ചിയാ. ഞാൻ നാലാമത്തെ. അല്ലല്ല, ട്രീസ അതായത് പെണ്ണുങ്ങളുടെ ഇളയ മോള്, ആണുങ്ങളുടെ എൻ്റെ അനിയ ഇളയത്. അപ്പോൾ പെണ്ണുങ്ങളുടെ ഇളയത്. അപ്പോൾ അവൾ ചെറുതായിരുന്നപ്പോഴേ നല്ല ബൊമ്മക്കുട്ടീനെ പോലെ ഇരുന്നിട്ട് എല്ലാവരും കൊഞ്ചിച്ച് വളർത്തിയതാണ് ഇവളെ, എൻ്റെ അനിയനെയും. അപ്പോ ഞാൻ പറയുന്നത് ഞാനിപ്പോ തൽക്കാലം അവള് നയത്തിൽ നിൽക്കട്ടെ. നമുക്കിപ്പോ ഞാനിപ്പോ ഉടനെ എടുത്തിയാൽ ഒരാഴ്ച ആയതല്ലേ ഉള്ളു. ഇതെല്ലാം കഴിയുമ്പോഴ് ഒന്ന് ശാന്തമാകുമ്പോ ബുദ്ധിപൂർവ്വം പതുക്കെ ഞാൻ പിടിക്കാം. പക്ഷേ നീ ലീഗലായിട്ട് നീങ്ങേണ്ട, ഫാസ്റ്റായിട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു. അതില് യാതൊരു വിട്ടുവീഴ്ച. നീ പറഞ്ഞ അവൻ കുട്ടിയാണെങ്കിൽ നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കുക. ആരും അറിയത്തുമില്ല. ആരും അറിയത്തുമില്ല. നീ ഇതെല്ലാം ഒന്ന് എഴുതി വെക്കണം. കാരണം എന്നാലേ പോലീസിന് ഒരു തുരുമ്പ് കിട്ടത്തുള്ളൂ.
ആ നീ എഴുതി വെച്ചിട്ട് ആ കോപ്പി ഒന്ന് എഴുതി വെച്ചിട്ട് അതിന്റെ കോപ്പി നിന്റെ 2 പെങ്ങന്മാർക്കും കൈമാറണം. അതെ. പോലീസിന്റെ പ്രശ്നം എന്താണെന്നറിയാ അച്ഛാ, ഇവളുടെ മരിച്ച കെട്ടിയവൻ പോലീസിലായിരുന്നു. അതൊന്നും നീ നോക്കണ്ട. ആരെങ്കിലും നീതി, നമുക്കിപ്പോ ദൈവത്തിന്റെ നീതി നടപ്പിലാക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ആരെങ്കിലും നിന്നെ സഹായിക്കാനല്ല, ആരെങ്കിലും ഒക്കെ അതിൽ കൂടിയേ ദൈവത്തിന് സഹായിക്കാൻ പറ്റും. അതെ. അപ്പൊ അത് നമ്മുടെ ഏറ്റവും വലിയ ബലം വീട്ടിനകത്തുള്ളവർ തന്നെയാണ്. അപ്പൊ നിന്റെ മൂത്ത പെങ്ങന്മാര് തന്നെ ആയിരിക്കും നിന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. അവരെയും വീട്ടിൽ കയറ്റുന്നില്ല. അതല്ല, അപ്പൊ അവരുടെ വീട്ടിൽ വന്ന് നീ നിൽക്കുക. നീ രണ്ടും കൽപ്പിച്ച് ഒരു പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള ഒരു യുദ്ധം എന്ന് പറഞ്ഞാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നമ്മൾ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങണം. ദാറ്റ് ഈസ് മൈ അഡ്വൈസ്. അത് നീ വിട്ടുവീഴ്ച ചെയ്ത് നീ അവിടുന്ന് ഒരു ലീവ് എടുക്കുക. ഒരു 2-3 മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തെ ഒരു ലീവ് എടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് മാക്സിമം ഫാസ്റ്റായിട്ട് നീങ്ങുക. ഫാസ്റ്റായിട്ട് നീങ്ങുക. നല്ല ഒരു വക്കീലിന് വേണമെങ്കിൽ ഞാനിവിടെ പറഞ്ഞു തരാം, നോക്കിയിട്ട് കാണും. ഞാനിവിടെ കണ്ടുപിടിച്ചിട്ട് ഒരു വക്കീലിനെ, എനിക്ക് അറിയത്തില്ല ഇപ്പൊ നിലവില് വൈറ്റ് കൽപ്പറ്റയിലാണ് എനിക്ക് നല്ലൊരു വക്കീലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇതിന്റെ കേസ് ഇവിടെ കോഴിക്കോടല്ലേ, കോഴിക്കോടാകുമ്പോഴത്തേക്ക് കോഴിക്കോട് എന്നുള്ളൊരു വക്കീലല്ലേ വേണ്ടത്. ഞാനൊരു വക്കീല് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വക്കീലുണ്ട്. ആ വക്കീലിന്റെ അടുത്ത് നീ പറഞ്ഞു കഴിഞ്ഞാല് അത് അദ്ദേഹം ഒരു തരക്കേടില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം നീതിപൂർവ്വം തന്നെ ഹെൽപ്പ് ചെയ്യും. സീനിയർ വക്കീല. സീനിയർ വക്കീല. അദ്ദേഹം ഒരുവിധ ആത്മാർത്ഥതയുള്ള ഒരു വക്കീലായിട്ട് എനിക്ക് തോന്നി. എന്റെ ഒരു കേസ് പുള്ളി ഡീൽ ചെയ്തായിരുന്നു. എവിടെ? കോഴിക്കോടോ? കോഴിക്കോട്. കാരണം നമ്മുടെ സോഷ്യൽ സർവീസ് അല്ലടാ, എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കേസൊക്കെ ആവുമല്ലോ. അല്ല, ഇത് പുള്ളി ക്രിമിനൽ കേസ് ഡീൽ ചെയ്യുന്ന ആളാണോ സിവിലോ ഡീൽ ചെയ്യണ? സിവില. അപ്പോഴേ ഞങ്ങളിപ്പോൾ 3 കേസ് നിലവിലുണ്ട്. അതായത് ഫസ്റ്റത്തെ കേസ് എൻ്റെ മൂത്ത 2 പെങ്ങന്മാർ കൊടുത്തു, അപ്പനെ കാണണം, വീട് വിൽക്കാൻ പാടില്ല, സ്റ്റേ കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അത് ഇതുവരെ വിളിച്ചിട്ടില്ല. രണ്ടാമത്തെ കേസ് കൊടുത്തു, പെങ്ങൾ തന്നെ കൊടുത്തു, മൂത്ത പെങ്ങൾ. അത് അപ്പൻ്റെ പേരിലാണ് മൂത്ത പെങ്ങൾ കൊടുത്തത്. അപ്പൻ പുറം ലോകത്തുള്ളത് കാര്യങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ടാണ് വീട് വിറ്റതെന്ന് പറഞ്ഞ് കൊടുത്തു. വീട് വിറ്റത് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അവർ കോടതിയിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു അപ്പന് സ്വബോധം ഉണ്ടെന്ന് തെളിഞ്ഞു, അപ്പന് ഓർമ്മയുണ്ട്. എന്നിട്ട് ആ കേസിനെ പറ്റിയൊന്നും സംസാരിച്ചില്ല. കോടതി നോക്കിയപ്പോൾ അപ്പന് ബോധം ഉണ്ടോയെന്നോ നോക്കിയുള്ളൂ, ഓർമ്മയുണ്ടോയെന്ന്. എന്നിട്ട് കോടതി ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളിപ്പോൾ എവിടെയാണ് അറിയുമെന്നൊക്കെ ചോദിച്ചു. 3-4-5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആ കേസ് പൊട്ടിച്ചു വിട്ടു. എന്നിട്ട് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് മൂത്ത പെങ്ങൾ അപ്പന് ഭ്രാന്താണെന്നും പറഞ്ഞ് കേസ് കൊടുത്തെന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോൾ നടക്കുന്നത്. ഇതെല്ലാം കൂടെ നീ എല്ലാം തയ്യാറാക്കിയിട്ട് എല്ലാം റെഡിയാക്കി. എന്നിട്ട് ഞാൻ ആ വക്കീലിന്റെ നമ്പർ തരാം. എന്നിട്ട് ഞാൻ പറയാം ജർമ്മനിയിൽ ഇങ്ങനെ ഒരാൾ വിളിക്കും വക്കീലിനെ. അല്ല അച്ഛാ, അത് അവിടെ നിൽക്കട്ടെ. കാരണം എന്നാണെന്നറിയോ, അത് നല്ല കാര്യം അച്ഛൻ പറഞ്ഞത്. കാരണം എന്നിട്ട് എൻ്റെ മൂത്ത പെങ്ങളെ ഞാൻ ഒരു പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഈ 3 കേസ് നടക്കുന്നത് കാരണം കൊണ്ട് ഞങ്ങളിപ്പം 3 വക്കീൽമാരെ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 പേരെ മാറ്റി ഇപ്പം 3ാമത്തെ ഒരു വക്കീലുണ്ട്. കാരണം ഇപ്പോൾ ആ വക്കീലിനെ തന്നെ മോനിത് ഈ കാര്യം ഏൽപ്പിക്കണം. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നീ നമ്മുടെ പറഞ്ഞത് എനിക്ക് ചെറിയൊരു ചിത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിനക്ക് നീതി കിട്ടും, നിനക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. ദൈവം നീതിമാനാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം എന്റെ ജീവിതത്തിൽ മൊത്തത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ്, ദൈവം നീതിമാനാണ്. ദൈവം നീതിമാനാണെങ്കിൽ നീതിയുടെ മാത്രമേ ദൈവം സഞ്ചരിക്കൂ. അപ്പൊ നീതിമാനെ ദൈവം ഒരിക്കലും കൈവിടില്ല. ദൈവം പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ അനിയനെ നമുക്ക് നമ്പാൻ പറ്റില്ല, അവൻ ഗുണ്ടയാണ്. ആ കല്യാണത്തൊട്ട് അവൻ എന്നോട് നല്ല ദേഷ്യമാണ്, മനസ്സിലായോ? അപ്പൊ ഞാന് നിന്റെ വീട്ടിൽ വരുന്നത് തന്നെ നല്ലതൊന്നുമല്ല. അത് കുഴപ്പമില്ല അച്ഛാ. അവന് ഈ അമ്മയും ട്രീസയെ അവന് ഓഫീസിൽ കൊണ്ടുവന്നത് അവനാണ്. കാറില് എവിടെ കൊണ്ടുവന്നത്?
എന്റെ ഓഫീസിൽ കൊണ്ടുവന്നത്, ജീവനയുടെ ഓഫീസിൽ കൊണ്ടുവന്നത് അവനാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് 4 ദിവസം മുമ്പ്. അന്നേരം അവൻ താഴെ നിൽക്കുകയാണ്, അവൻ മുകളിലോട്ട് കയറി വന്നില്ല. അവൻ ആ പക ഇപ്പോഴും ഉണ്ട്. ആണാണ്. കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കരുതെന്നാണ് എൻ്റെ അളിയന്മാർ പറഞ്ഞത്. അവൻ എൻ്റെ അളിയന്റെ പെങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അച്ഛനറിയോ? അളിയന്റെ സ്വന്തം പെങ്ങളെ അവൻ വലവീശി പിടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോന്റെ ഭാര്യ, അതായത് അവന്റെ ചേട്ടന്റെ ഭാര്യ, അത് മൗര് തന്നെയാണ്. അവളെടുത്ത് അവൻ പോയിട്ടുണ്ട്. അവൻ കോഴിക്കോടുള്ള കുറേ പേരെടുത്ത് പോയിട്ടുണ്ട്. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പണിയാവും അത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബമാണ്, അതാണ് ഞാൻ എൻ്റെ ഡിലേമ. ട്രീസയ്ക്കും എനിക്കൊക്കെ എതിരെ പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബമല്ല. ഞാൻ വിശ്വസിച്ച് വിധവയായ പെണ്ണാന്ന് വിചാരിച്ച് സഹതപിച്ച് എനിക്കും ഭയങ്കര ഒരു സ്നേഹമായിരുന്നു അവരുടെ രണ്ടുപേരോടും. അതാണ് അതാണച്ചാ. ഏത് സൈക്കോളജി പഠിച്ച മനഃശാസ്ത്രജ്ഞനാണേലും എത്ര വലിയ ആൾക്കാരാണേലും വീണു പോവും. എന്നോട് സംസാരിച്ചപ്പോഴാണ് ട്രീസയുടെ മറ്റൊരു 90% ഈ ഐസ്ബർഗ് എന്ന് പറയും. ഐസ്ബർഗ് മനഃശാസ്ത്രത്തിലുള്ള അവര് പറയും കപ്പൽ എപ്പോഴും ഐസ്ബർഗ് തട്ടിയിട്ടാണ് മറിയുന്നത്. ഇതൊരു വലിയൊരു പ്രതിഭാസമാണ്. പ്രത്യേകിച്ച് മഞ്ഞ് മൂടി കിടക്കുന്നിടത്തുള്ള ഒരു പ്രതിഭാസമാണ്. ഇവൻ വലിയ പീസുകൾ വർഷങ്ങളായിട്ട്, ചിലപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത് അവനൊരു ഭയങ്കര ഒരു ഭൂമി കുലുക്കത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റിനോ കുടിയാനോ ഒക്കെ അധികം പാടെ പൊട്ടും കണ്ടിന്യൂസായിട്ട്. അത് ചിലപ്പോ ഒരു 500 ഏക്കർ 1000 ഏക്കർ കൂടി കടലിലേക്ക് അങ്ങോട്ട് വീഴും. കടലിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു എളുപ്പമല്ലേ, ഒഴുകി നടക്കാൻ പറ്റിയ പ്രതലമാണല്ലോ കടല്. കടലും സ്വീകരിക്കും കൈ നീട്ടി അവനെ. അവൻ രണ്ടുപേരും ഒത്തുപോകുന്ന കുടുംബക്കാരല്ലേ. അപ്പൊ എന്ത് പറ്റി, ഇവൻ പിന്നെ ഉരുകാനായിട്ട് വർഷങ്ങൾ പിടിക്കും. അപ്പൊ അതിന്റെ ഐസ്ബർഗ് നമ്മള് പറയില്ലേ, ഐസ്ബർഗിന്റെ ഒരു കൊച്ചു കൂന് മാത്രമാണ് ക്യാപ്റ്റൻ ദൂരെ നിന്ന് കാണുന്നത്. 80% കടലിന്റെ അടിയിൽ കിടക്കുന്നത് ഇവള് നമ്മളടുത്ത് കാണിക്കുന്നില്ല. ഒരു 10-20% ഇവള് ഭയങ്കര പാവ സ്ത്രീ, നല്ലൊരു സ്ത്രീ, അതിന് സൗമ്യമായിട്ട്. ഇപ്പൊ ഒരു പുരുഷൻ എന്ത് ചെയ്യും, ഒരു പുരുഷൻ, ഞാനിപ്പോ വൈദികനായിട്ട് ആ കടൽ എനിക്ക് വേണ്ട, അതൊരു പുരുഷനാണെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലും നീ പറഞ്ഞാൽ ഇതിന്റെ അനിയന്റെ ചിന്ത അവരിൽ കയറി പറ്റും. ഇവളുമായിട്ട് കൊള്ളാന്റെ സൗഹൃദമായല്ലോ, ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത പെട്ടെന്ന് വരും. അതാണ് അത് അവൾക്ക് അറിഞ്ഞുകൊണ്ട്, അത് അവൾ അറിഞ്ഞുകൊണ്ട് അവൾ യൂസും ചെയ്യുന്നുണ്ട്. അതറിഞ്ഞുകൊണ്ടാണ് ഈ അനി അവളെ മുമ്പിൽ നിർത്തി കളിപ്പിക്കുന്നത്. അവൻ ഇവിടെ വന്നിട്ട് സ്ഥിരമായിട്ട് കള്ളുടിക്കും. എന്നിട്ട് കള്ളുടിച്ചിരുന്നിട്ട് എന്നോട് പറയായിരുന്നു, ഒരു പെണ്ണ് വിചാരിച്ചാ എന്തു നടക്കുന്നു. അതായിരുന്നു അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായില്ല ഇതെന്താ സംഭവം. അപ്പൊ ഇവളെ ഉന്തി വിടാ മുന്നിലേക്ക്. അവൻ പറഞ്ഞ കറക്റ്റാണ്. ലോകത്തിലുള്ള എല്ലാ പരാജയങ്ങൾക്കും യുദ്ധങ്ങൾക്കും കലഹങ്ങൾക്കും എല്ലാത്തിനും സ്നേഹത്തിനും എല്ലാത്തിനും അടിച്ച അതിന്റെ പിന്നിലൊരു പെണ്ണുണ്ട്. ഒരു പെണ്ണുണ്ട്. സഭയുടെ സ്നേഹത്തിനും സുസ്ഥിരതയ്ക്കും മാതാവ് ഉണ്ടായിരുന്നെങ്കിൽ സഭയെ നശിപ്പിക്കാനായിട്ട് ഈവ ഉണ്ടായിരുന്നു. ശരിയാ. പിന്നെ ആരെല്ലാം ദാവീദ് അടക്കം ആരെല്ലാം വീണോ, കുഴി വീണോ, അതിന്റെ എല്ലാം പെണ്ണില് നീ കുളിക്കുന്ന ഒരു പെണ്ണ്, അല്ലെങ്കിൽ നഗ്നയായ ഒരു പെണ്ണ്, നർത്തകിയായിട്ട് ഒരു പെണ്ണ്, അഭിമാനിയായ ഒരു പെണ്ണ്, അവളുടെ സൗന്ദര്യം അവള് ദുരുപയോഗിക്കും. പുരുഷന് നിക്കങ്ങളില്ല. അവൻ നിമിഷം കൊണ്ടാവും പെട്ടെന്ന് ടെൻഷൻ അടിക്കും, ഇമോഷണലാവും. അവൻ ബന്ധപ്പെടും. അവന് പിന്നെ വേറെ അവന്റെ റീസണിങ് മുഴുവൻ നഷ്ടപ്പെടും. ഒരു നിമിഷം കൊണ്ടവൻ ഇമോഷണൽ വൈകാരികത്തിലേക്ക് പോകും. ശരിയാ.
അതാണിപ്പോൾ പറ്റണ. ആ അതാണിപ്പോൾ പറ്റിയ. അതുകൊണ്ട് നീ വളരെ ബുദ്ധിപൂർവ്വം നീ ചട്ടം നിരത്തുക. നിനക്ക് വേണ്ട എങ്ങനെ പോകണം, ഏതൊക്കെ വിധത്തിൽ പോകണം എന്നതിനെക്കുറിച്ച് വേണ്ട ഉപദേശങ്ങളൊക്കെ തരാം. ഓക്കെ. ഞാൻ എല്ലാം തരാം. വളരെ ബുദ്ധിപൂർവ്വം നമ്മള് എതിരാളിയുടെ ബലം എപ്പോഴും ശക്തി നമ്മളെപ്പോഴും ആദ്യം തിരിച്ചറിയണം. എന്നിട്ട് യുദ്ധത്തിന് തയ്യാറാകാവും. അതെ. ഇവരിപ്പോൾ രണ്ടും കൽപ്പിച്ചുകൊണ്ടുള്ള കളിയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയുക, ഇതൊക്കെ കണ്ടിട്ട് അറിയാതെ എൻ്റെ അപ്പച്ചൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പച്ചന് ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് സംസാരിച്ചാൽ ഈ കള്ളം പൊളിയെന്ന് അവർക്ക് അറിയുന്നതുകൊണ്ട് അവർ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ഇത്ര നീണ്ടു പോവാതെ പെട്ടെന്ന് എൻ്റെ അപ്പച്ചനെ ഒന്ന് കണ്ട് സംസാരിക്കാനാണ് നമുക്ക് ആവശ്യം. അത് പറ്റുമെന്നുള്ളതാണ്. അതിപ്പോൾ അച്ഛന് വേണേൽ പറ്റൂ കേട്ടോ. എനിക്ക് ഇപ്പോഴത്തെ നിലയിൽ ഞാൻ ടേക്കപ്പ് ചെയ്യില്ല. ഇപ്പോഴത്തെ നിലയിൽ ഞാൻ എനിക്ക് അത് ഏറ്റവും വലിയ പ്രധാനം എന്റെ മുന്നിൽ ഒരുപാട് ജനങ്ങള് ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നു എന്റെ മുന്നില്. ഞാൻ സോഷ്യൽ സർവീസ് ഡയറക്ടറാണ്. അതുകൊണ്ട് കൊറോണയുടെ ഒക്കെ പേരിൽ ഒരുപാട് റിക്വസ്റ്റുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിധത്തിൽ നീ ഈ ഇടവകി രൂപതയില് ഒന്ന് നമ്മുടെ ഒരു പ്രോജക്റ്റ് ഒന്ന് തള്ളിക്കയറ്റാൻ പറ്റുമെങ്കിൽ തള്ളിക്കയറ്റി എന്നെ സഹായിക്കാൻ ശ്രമിക്കുക. നല്ല ബെനിഫാക്ടേഴ്സിനെയൊക്കെ സംഘടിപ്പിച്ച് തന്നാൽ മതി. നമുക്ക് പാവപ്പെട്ട ആൾക്കാരെ ഒരുപക്ഷെ ചിലപ്പോ നിനക്ക് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇടപെടാനുള്ള ഒരു കാരണം ദൈവം തന്നൊരു വഴി തിരക്കാൻ വേണ്ടി എന്റെ ഓൺ സിസ്റ്ററാണ് ഇനിയിപ്പം ഈ ജൂൺ മുതല് ആ സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് വരുന്നത്. നന്നായി നല്ല കാര്യം. അപ്പൊ അതെ, ജൂൺ 1 മുതല് ഇൻചാർജാണ്. വീട്ടിൽ പോയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാർജ് എടുക്കുക. എന്റെ ഇമെയിൽ ഒന്ന് എടുക്കുമോ നീ? എടുക്കാം. ഒറ്റ മിനിറ്റ് ഞാൻ എഴുതട്ടെ. gmail.com അല്ലേ? നമ്മുടെ വെബ്സൈറ്റ് www. ഞാൻ നോക്കാം. ഞാൻ നോക്കിക്കോളാം. ഇത് കഴിഞ്ഞിട്ട് നാളെ അങ്ങോട്ട് അതുപോലെ നമുക്ക് ചില കുടുംബങ്ങളെയൊക്കെ എഡ്യൂക്കേഷൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർസിന് സംഘടിപ്പിക്കാനായിട്ട്. ഇത് നിന്റെ ഈ കാര്യം നല്ല പേഴ്സണലായിട്ട് ഡെസ്ക് വർക്ക് ചെയ്യുക. നിന്നെ വേണ്ട ഗൈഡൻസ് അപ്പൊ ഞാൻ തന്നോളൂ. അച്ഛൻ ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ എന്നാലും ഞാൻ ചോദിക്കുകയാണ്. കാരണം ഞാൻ പറയട്ടെ അച്ഛാ, ഇത് അച്ഛൻ്റെ നമ്പർ എനിക്ക് കിട്ടിയിട്ട് കുറച്ച് കാലമായെങ്കിലും ഒരു 2 ആഴ്ചയായി തോന്നുന്നു. എന്നാലും ഇന്ന് ഞാൻ അച്ഛനെ വിളിക്കാൻ കാരണം, ഞാൻ ഇതിനു മുമ്പ് വിളിക്കാഞ്ഞ കാരണം ചിലപ്പോൾ അത് ദൈവം ഇങ്ങനെ ആക്കിയതായിരിക്കും. കാരണം ഇവരിപ്പോൾ 4 ദിവസം മുമ്പ് അച്ഛൻ്റെ അടുത്ത് വന്നില്ലേ. ഞാനിപ്പോൾ ആലോചിക്കാം, ഞാൻ അതിനു മുമ്പ് അച്ഛനോട് സംസാരിച്ചിരുന്നെങ്കിലോ എന്ന്. അത് അല്ല, അന്ന് ഞാൻ അച്ഛനോട് സംസാരിച്ചിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവുമായിരുന്നു ഞാൻ അച്ഛനോട് സംസാരിച്ചെന്ന്. ഇപ്പൊ അവർക്ക് മനസ്സിലായി ഞാൻ അച്ഛനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ അച്ഛന് ധൈര്യമായിട്ട് അവിടെ കയറി ചെല്ലാൻ പറ്റുവച്ചാ. അച്ഛന് കാരണം നമ്മളൊക്കെ നീതിക്കും സത്യത്തിനും നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അച്ഛനോട് വന്ന് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ അത് കേട്ടു. അത് കഴിഞ്ഞിട്ട് ലോക്ക്ഡൗൺ കഴിഞ്ഞ് 7-ാം തീയതി കഴിഞ്ഞ് അത്യാവശ്യമായിട്ട് ആ വീട്ടിൽ പോയിട്ട് കാണുന്നു. അപ്പം അച്ഛൻ്റെ അടുത്ത് വന്നത് കാരണം കൊണ്ട് ഇവള് വേറെ ആര് ചെന്നാലും ഗേറ്റ് പൂട്ടിയിടും, വാതിൽ തുറക്കത്തില്ല. ഗേറ്റും വാതിലും പൂട്ടിയിട്ട് ക്യാമറയെ കൂടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ അപ്പനെ കാണാൻ. അതിൻ്റെ പാസ്വേഡ് അവൾ മാറ്റി. അപ്പോൾ അത് തുറക്കത്തില്ല. പക്ഷെ അച്ഛൻ്റെ അടുത്ത് വന്നത് കാരണം കൊണ്ട് അച്ഛന് ഇപ്പം അതോറിറ്റി ഉണ്ട്, ഫ്രീഡം ഉണ്ട്, അതിൻ്റെ എല്ലാ അതിൻ്റെ ആ കണക്ഷൻ ഉണ്ട്. അച്ഛന് ഞാൻ വേറൊരു ഗൈഡൻസ് നിനക്ക് തരട്ടെ. അതായത് നീ ഇവിടെ എന്റെ സഹോദരിമാരെടുത്ത് വരുന്നു, അവിടെ വന്ന് ക്യാമ്പ് ചെയ്യും. എന്നിട്ട് എന്റെ സാന്നിധ്യത്തില് നമുക്ക് നിന്നെ കൂട്ടി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് പോവാം. അച്ഛാ ശരി. ഞാനിത് എന്താണ് പറയുക, ഇത് തുടങ്ങിയിട്ട് ഈ പരിപാടി, ഈ കേസ് തുടങ്ങിയത് അവർ കഴിഞ്ഞ നവംബറിൽ തുടങ്ങിയ കാര്യങ്ങളത്. നവംബർ മാസം കഴിഞ്ഞ. അപ്പോൾ ഞാനിങ്ങനെ എന്താണ് പറയണത്, എനിക്ക് പരിചയമുള്ള കുറേ പേര് വിളിച്ചപ്പോൾ ഇവരൊക്കെ പറയണത് എന്നോട് വരാനാണ്. എനിക്കിപ്പോൾ പെട്ടെന്ന് വരത്തില്ല, കാരണം ഇവിടെ ലോക്ക്ഡൗൺ ആണ്.
പിന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പള്ളിയിലെ കാര്യങ്ങൾ പെട്ടെന്ന് ഫോർവേഡ് ചെയ്തിട്ട് പോകാൻ ചേർത്ത് അപ്പം എനിക്ക് ലീവ് കിട്ടില്ല. അപ്പം അങ്ങനത്തെ സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. പ്രാർത്ഥിച്ചിട്ട് നിന്റെ ഡൈവേഴ്സ് ആയ ഭാര്യ എടുത്ത് നമുക്ക് ഒന്നുകൂടെ, അവള് വേറെ കെട്ടിയോ? അവൾക്ക് വേറെ ഒരു ആള് കെട്ടാനായിട്ട് ഒരാളുണ്ട് എന്നാ തോന്നണേ. അതെ. ആ അപ്പം അത് അങ്ങനെ തോന്നണം കേട്ടോ. ഞാൻ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടില്ല. കാരണം അത് ഞാൻ നോക്കിയതാണ് അതെങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നേ. അപ്പം അത് കാരണം ഞങ്ങൾ കുറച്ച് ട്രൈ ചെയ്തിട്ട് പറ്റാന്നിട്ട് ഞങ്ങളത് കോർട്ട് വഴി ഇതാക്കിയതാണ്, ഡൈവേഴ്സ് ആക്കിയതാണ്. അപ്പം പിന്നെ അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് താല്പര്യമില്ലാത്തപ്പോൾ നമ്മൾ പിന്നെ അത് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കുറച്ചും കൂടി ചെന്ന് അതിൽ കാര്യമില്ലാന്ന് എനിക്ക് തോന്നണേ. ഇല്ല ഒന്നും കൊടുക്കില്ല. ഇല്ല ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. കാരണം നമ്മൾ സ്ത്രീധനം വാങ്ങിയിട്ടല്ലല്ലോ കല്യാണം കഴിക്കണത്. സ്ത്രീധനം ഒന്നുമില്ല. അത് കാരണം കൊണ്ട് അവൾക്ക് അവളത് എനിക്ക് എൻ്റേത് എന്നുള്ള ഇതിൽ അങ്ങനെ ഒരു ഒന്നുമില്ല. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ എത്രയും വെയിറ്റ് ചെയ്യുന്നോ അത്രത്തോളം എൻ്റെ അപ്പൻ്റെ ജീവിതം അപകടത്തിലാണ്. അപ്പം പോലും അറിയാതെ, ആരും അറിയാതെ. ഇപ്പം ഇത് പറയുന്ന ആൾക്കാരോട്, വേറെ 3-4 ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറയണത് ഈ ട്രീസ കാണിക്കുന്നത് മണിച്ചിത്രത്താഴിലെ ശോഭന കളിക്കുന്ന കളിയാന്നാ പറയുന്നത്. ഒരു ഡുവൽ പേഴ്സണാലിറ്റി പോലെ അങ്ങനെ അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ എന്തും ചെയ്യാൻ മടിക്കില്ല. ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തോന്നുക ഞാൻ എന്താ ചെയ്തതെന്ന്. അപ്പം എൻ്റെ അപ്പൻ്റെ ജീവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛാ അപകടത്തിലാണ്. അപ്പം അവിടെ ഒന്ന് കയറിപ്പോയിട്ട് എൻ്റെ അച്ഛനോട് സംസാരിക്കാൻ, പുള്ളിയുടെ ബർത്ത്ഡേ ആണ് ഈ 13-ാം തീയതി, ജൂൺ 13-ന്, 76 വയസ്സാവും. സംസാരിച്ചിട്ട് നമുക്ക് എന്താ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കിടക്കുന്ന ഒരാളോട് സംസാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി കിടക്കല്ല, പുള്ളി വീട്ടിനുള്ളിൽ നടക്കുന്നുണ്ട്, സംസാരിക്കാൻ ഓർമ്മയുണ്ട്, നല്ലതാണ്. പുള്ളിയോട് പറഞ്ഞാൽ മതി ഈ മക്കള് ചെയ്യുന്നതൊക്കെ തെറ്റാണ്, അതായത് ഒരുമിച്ച് സംസാരിക്കണം. അപ്പച്ചൻ്റെ കള്ളൊപ്പിൽ അത് അപ്പൻ എന്നോട് സംസാരിച്ചു. അച്ഛാ 2 ആഴ്ച മുമ്പ് ഞാൻ ഇവക്കൊരു മെസ്സേജ് അയച്ചു, ട്രീസേ നീ അപ്പനെ ഗ്രാജുവലായിട്ട് സ്ലോ പോയിസണിങ് കൊടുത്ത് കൊല്ലുന്നതാണോ എന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ട്, എന്താണ് നീ കാണിക്കാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വീഡിയോ കോൾ വിളിച്ചപ്പോൾ 2 മിനിറ്റ് എൻ്റെ അപ്പനോട് സംസാരിക്കാൻ പറ്റി എനിക്ക്, 2 മിനിറ്റ്. അപ്പം ഞാൻ അപ്പനോട് ചോദിച്ചു ആദ്യമായിട്ട്, അവരത് പ്രതീക്ഷിച്ചില്ല ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു അച്ചാച്ചാന്നാണ് ഞാൻ വിളിക്കുന്നത്. അച്ചാച്ചാ എനിക്ക് കരച്ചിൽ വന്നു, സത്യം പറഞ്ഞാൽ പൊട്ടി കരഞ്ഞു. ഞാൻ പറഞ്ഞു അച്ചാച്ചൻ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 3 പ്രാവശ്യം എടുത്ത് ചോദിച്ചു കൃത്യമായിട്ട് കേൾക്കാൻ. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ചാച്ചൻ്റെ കള്ളൊപ്പിട്ടിട്ട് ട്രീസ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അച്ചാച്ചൻ ദേഷ്യം പിടിച്ചിട്ട് നോക്കി ആരാ കൊടുത്തതെന്ന്. അപ്പോഴത്തേക്കും അമ്മ ഫോൺ തട്ടി മാറ്റി. അപ്പം അമ്മ സൈഡിൽ നിന്ന് പറയാം, നിങ്ങളല്ലേ പണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഴുതി കൊടുത്തതെന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് മനസ്സിലായി അപ്പൻ ആ കള്ളവും സമ്മതിക്കില്ല എന്ന്. അപ്പൻ്റെ മുഖത്തിൽ നിന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ആ പരിപ്പ് അവിടെ വേവുകയില്ലെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അമ്മ ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിച്ച്. എന്നിട്ട് എന്നോട് പറഞ്ഞ് നീ ചിലക്കല്ലേ ഞാൻ പറയണ കേട്ടാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇപ്പം കട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അമ്മയുടെ ആ വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പം അച്ഛൻ അപ്പൊ ചെന്ന് ആലോചിക്ക്, പോവാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ചേട്ടാ, എങ്ങനെയെങ്കിലും നോക്ക്. അപ്പൊ താങ്ക് യു, ഞാൻ വിളിക്കാം ഇനി, മെയിൽ അയക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, പ്രാർത്ഥിക്കാം. താങ്ക് യു. ഓക്കെ, ബൈ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് സമയം കൂടി ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് യാതൊരു സഹകരണവും അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ RTO കോടതിയിലെ ഒരു ഉത്തരവ് അനുസരിച്ച് എൻ്റെ അപ്പനെ മാസത്തിലൊരിക്കലെങ്കിലും പള്ളിയിൽ കൊണ്ടുവന്ന് കാണിക്കണം എന്നുള്ള നിയമമായിട്ടുള്ള നടപടി ഉണ്ടായത് കാരണം കൊണ്ട് പേരിന് വേണ്ടി ഒരു പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് ട്രീസ എൻ്റെ അച്ചാച്ചനെ കൊണ്ടുവരികയും അവിടെ ഒരു വലിയൊരു നാടകം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് ലൈവായിട്ടുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാനിടാം. എന്തായാലും ഇപ്പോൾ ഈ അച്ഛൻ സഹായകത്തിൻ്റെ മെയിൻ കാരണം മിക്കവാറും അതിൽ ബിഷപ്പ് ഇടപെട്ടിട്ടുണ്ട്. ചക്കാലക്കൽ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം പേരിന് വേണ്ടി ഒന്ന് കാണിച്ച് വിട്ടേക്ക്, പിന്നെ ഇതിൻ്റെ പുറകെ പോകണ്ടെന്ന്.
എന്തുകൊണ്ടാണ് ബിഷപ്പ് അതങ്ങനെ പറയാൻ കാരണം? മിക്കവാറും സെൻറ്റ് വിൻസെൻറ്റ് കോളനിയിലെ സിസ്റ്റേഴ്സ് ബിഷപ്പിനോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റും അതിൻ്റെ ഉള്ളിൽ ഒരു കള്ളത്തരങ്ങളും ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ സെൻറ്റ് വിൻസെൻറ്റ് കോളനി സ്കൂളിലും അവിടുത്തെ ഓർഫനേജിലും അവിടുത്തെ മഠത്തിലും എന്തൊക്കെ കഥകളാണ് നടക്കണമെന്ന് ജോസഫ് ജേക്കബ് ചെറുമൽ എന്ന് പറഞ്ഞ ഒരു അയൽക്കാരൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സീ യു അഗെയിൻ.